സുന്ദരാം. ഇവിടെ ഇരുന്ന് നാമം ജപിക്കുന്ന ആനന്ദം വൈകുണ്ഠത്തിൽ പോലും ഇല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നു. സ്നേഹോ മേ പരമോ രാജൻ ത്വയി തിഷ്ഠതി നിത്യദാ ഭക്തിശ്ച പരമാവീര ഭാവോ നാന്യത്ര ഗച്ഛതി. എനിക്ക് 2 കൈയുള്ള രാമനോടാണ് ഇഷ്ടം. അവിടെ വൈകുണ്ഠത്തിൽ ഞാൻ 4 കൈ നാരായണനായിരിക്കും. അതിൽ നാരായണനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഹനുമാൻ സ്വാമി ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം 24 തത്വങ്ങളെ പറയുന്ന സാഖ്യയോഗത്തെ ഉപദേശിച്ചു. അതിനുശേഷം അഷ്ടാംഗയോഗം ഉപദേശിക്കുന്നു. അഷ്ടാംഗയോഗം പറഞ്ഞാൽ ഭഗവാനെ കാണാനുള്ള 8 പടികളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതിൽ ആദ്യം യമനിയമങ്ങളാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു ചിട്ടയായിട്ട് ജീവിക്കണം. അതാണ് യമനിയമത്തിൽപ്പെടുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം കൈ കാണണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ആദ്യം നമ്മുടെ കൈ തന്നെ നോക്കിയിട്ട് പിന്നെ ഭൂമിയെ തൊട്ട് തൊഴണം. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുഭക്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഭൂമിയെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബ്രഷ് എടുക്കാൻ ഒരു മന്ത്രമുണ്ട്. ആയുർബലം യശോവർച്ച. അതെടുത്ത് മന്ത്രം ചൊല്ലി കിഴക്ക് വശം ഇരുന്നിട്ട് വേണം പല്ല് തേക്കണം. ഇപ്പോൾ ഇരുന്നിട്ടില്ലേ, എല്ലാം നടന്നിട്ടാണ് പല്ല് തേക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ എച്ചിൽ എല്ലാത്തിലും വീഴുന്നു. അതുകൊണ്ടാണ് വ്യാധി വർദ്ധിക്കുന്നത്. ചില പലതിലും സംസാരിക്കണം. അത് ഘോരം. ഒരു സ്ഥലത്തിൽ ഇരുന്നിട്ട് വേണം പല്ല് തേക്കാം. പിന്നെ വായു തുപ്പുമ്പോഴുള്ള സമയത്ത് വലത് വശം തുപ്പാൻ പാടില്ല, മുന്നിൽ തുപ്പാൻ പാടില്ല, ഇടത് വശമേ തുപ്പാവൂ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ. കാരണം വാഴ് പേശി മുമ്പിലാണ്. ഇടത് വശം ഇങ്ങനെ താഴെ തുപ്പാനും പറ്റില്ല. അങ്ങനെ എങ്ങനെ തുപ്പണം. പിന്നെ ഉത്തമന്തോ നദീ സ്നാനം. ഒഴുക്കു വെള്ളത്തിൽ അഴുക്കില്ല പറയാറ്. അങ്ങനെ നദിയിൽ കുളിക്കുന്നത് ഉത്തമമാണ്. മധ്യമന്തോ തടാകതം. കുളത്തിൽ കുളിക്കുന്നത് മധ്യമം. അധമം കൂപസ്നാനം. കിണറ്റിൽ വെള്ളം കോരി കുളിക്കുന്നത് അധമം. ഇപ്പോൾ ബാത്റൂമിൽ കുളിക്കണമെങ്കിൽ അധമാധമം എന്ന് പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ ശരീരം ശുദ്ധമാകും. അതാണ് പ്രധാനം. അങ്ങനെ കുളിക്കുന്ന സമയത്ത് നദികളെ പ്രാർത്ഥിക്കണം. ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. നദികളെ പ്രാർത്ഥിച്ച് കുളിച്ച ശേഷം ഭസ്മമോ ചന്ദനമോ കുങ്കുമമോ ഇതൊക്കെ ദഹിക്കുമ്പോൾ നമുക്ക് രോഗപ്രതിഷേധ ശക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയി ഒന്ന് ഭസ്മം തൊട്ട് പിന്നെ അവർ കൊടുക്കുന്ന തീർത്ഥം, ഭഗവാനക്ക് അഭിഷേക തീർത്ഥം പൊടിച്ച് കഴിയുമ്പോൾ രോഗപ്രതിഷേധ ശക്തി. പണ്ടത്തെ ആൾക്കാർക്ക് മുത്തശ്ശിമാർക്ക് ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ആരോഗ്യം ഇല്ലേ. എന്താ കാരണം? ഇങ്ങനെ അമ്പലത്തിൽ തന്നെ ആ തീർത്ഥം സേവിക്കുന്ന ഒരു അഭ്യാസം ഇല്ല. പണ്ട് അമ്പലത്തിൽ പോയി തൊഴുത് വന്നാലേ കാപ്പിയോ കഞ്ചിയോ കിട്ടുള്ളൂ. ഇപ്പോൾ പല്ലുതേക്ക് മുതിനെ കുടിക്കാൻ തോന്നും. പിന്നെ ഇങ്ങനെ രോഗപ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് ആ ഭഗവാന്റെ പ്രസാദമായ തീർത്ഥം സ്വീകരിച്ച ശേഷം പിന്നെ എന്തെങ്കിലും നമുക്ക് കുടിക്കണം. അതാണ് സമ്പ്രദായം. പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കണം അത് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ വശം എന്ന് കഴിക്കുമ്പോൾ ഓരോരോ ഫലം കൂടി പറഞ്ഞിട്ടുണ്ട്. ആയുഷ്യം പ്രാങ്മുഖോ ഭുങ്ക്തേ. കിഴക്ക് നോക്കി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല ആയസ് ഉണ്ടാവും. യശസ്യം ദക്ഷിണാമുഖേ. തെക്ക് നോക്കി ഭക്ഷണം കഴിച്ചാൽ നല്ല യശസ്സും ഉണ്ടാവും. യശസ്യം ദക്ഷിണാമുഖേ ശ്രിയം പ്രത്യങ്മുഖോ ഭുങ്ക്തേ. പടിഞ്ഞാറ് നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പണം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. പടിഞ്ഞാറ് നോക്കി ഭക്ഷണം കഴിച്ചാൽ പണം കൂടുതൽ വർദ്ധിക്കും. ഋണം ഭുങ്ക്തേ കുതങ്ക. വടക്ക് നോക്കി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്താവും? കടം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വടക്ക് നോക്കി ഭക്ഷണം കഴിക്കാനും പാടില്ല, വടക്ക് നോക്കി ഉറങ്ങാനും പാടില്ല. കാരണം തൻവീട് കിഴക്ക്, തൻവീട് മേற்கு, വേട്ടാം തെற்கு, വേണ്ടാം വടക്ക്. അങ്ങനെയാണ് തമിഴിൽ പഴഞ്ചൊല്ലും. സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ കിഴക്ക് തലവച്ച് കിടക്കണം. അടുത്തുള്ള വീട്ടിൽ കിടക്കുമ്പോൾ പടിഞ്ഞാറ് തലവച്ച് കിടക്കണം. ഭാര്യയുടെ വീട്ടിൽ ചെന്നാൽ തെற்கு തലവച്ച് കിടക്കണം, വടക്ക് വേണ്ട എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എങ്ങനെ വേണം? ബഹുഭാഗവും പൂരയേതന്നൈഹി തോയേന ഏകം പ്രപൂരയേത് മാരുതസ്യ പ്രചാരാർത്ഥം ചതുർത്ഥം അവശേഷയേത് എന്നാണ് പറയും. കഴിക്കുന്ന ഭക്ഷണം പകുതി അറവയർ ഭക്ഷണം കഴിക്കണം, കാൽവയർ വെള്ളം കുടിക്കണം,
കാൽവയം കാറ്റ് പോകാൻ സ്ഥലം വിടണം. അത് നമ്മൾ മറക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാറ്റ് പോകാൻ സ്ഥലമില്ലാതെ കഥന പിടിക്കുക മരുന്ന് അടിക്കുന്നത് പോലെ കുത്തി അടിച്ച് കയറ്റിയാൽ പിന്നെ നമുക്ക് ഇത് സ്വത്താകൊക്കെ ഇരിക്കാൻ വയ്യ, എവിടെ കിടന്നാൽ കൊള്ളാൻ തോന്നിപ്പോകും. അപ്പോൾ കുറച്ച് കാറ്റ് പോകാനുള്ള സ്ഥലം വേണം. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 100 സ്റ്റെപ്പ് നടക്കണമെന്നാണ് പറയുന്നത്. ഉടനെ കിടക്കാൻ പാടില്ല. ശതം ജപ്ത്വ മിതം ഭുക്വ ഗത്വ ശതപഥം ശനൈഹി. കിടക്കുമ്പോൾ ഇടത് ദിവസം താഴെ വെച്ച് കിടക്കണം. വാമപാർശ്വേ ശയാനസ്യ വിഷഗ്വിക്കും പ്രയോജനം. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല ഉറക്കം വരുന്ന ചില ആളെ സ്മരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ചില കാമം വരാതിരിക്കാൻ ചില ആളെ സ്മരിക്കുമ്പോൾ നല്ല ഉറങ്ങുന്ന ചില ആൾക്കാരുണ്ട്. അരണ അഗസ്തിർ മാധവശ്ചൈവ മുചുകുന്ദോ മഹാബലഃ കപിലോ മുനിരാസ്തേക പഞ്ചൈതേ സുഖസ. ഈ 5 ആൾക്കാർ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉറക്കം വരാത്തവർക്ക് ഇവരുടെ പേര് കൊണ്ട് സ്മരിച്ചാൽ മതി. അഗസ്ത്യ മഹർഷി, മാധവൻ പെരുമാൾ, പത്മനാഭസ്വാമി ഉറങ്ങുന്നുണ്ടല്ലോ, ഉറക്കം വരാതെ പത്മനാഭൻ വിളിച്ചാൽ മതി. മാധവശ്ചൈവ മുചുകുന്ദൻ, നല്ല ഉറങ്ങുന്ന ആളാണ്. ആളെ ഉണർത്താൻ പകരം വരെ ആളെ വിളിച്ചു കൊണ്ടുപോയി. മുചുകുന്ദായ നമഃ എന്ന മുചുകുന്ദനെ പ്രാർത്ഥിച്ചാൽ മതി. മുചുകുന്ദോ മഹാബലഃ കപില മഹർഷി, ഇപ്പോൾ ഉപദേശിക്കുന്ന കപില മഹർഷി. പിന്നെ ആസ്തീകൻ പേരുള്ള മഹർഷി, കപിലോ മുനിർ ആസ്തീക പഞ്ചൈതേ സുഖസായിനഃ. ഇവർ 5 പേർ നന്നായിട്ട് ഉറങ്ങുന്നവരാണ്. ഇവരെ കൊണ്ട് സ്മരിച്ചിട്ട് കടന്നാൽ നന്ന ഉറക്കം ഉണ്ടാവും. പിന്നെ ഉറങ്ങും മുമ്പ് ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കള്ളൻ കയറാതിരിക്കാൻ വേണ്ടിയുള്ള മന്ത്രം. കഫല്ലകൻ ആ മഹർഷിയുടെ പേരാണ്. ആ മഹർഷിക്ക് 2 ഭാര്യമാർ, സ്തംഭിനി മോഹിനി തഥ. അവരെ സ്മരിച്ചാൽ മതി, കള്ളൻ അവിടെ വീട്ടിൽ കയറിയില്ല. ഞാൻ കൂടുതൽ യാത്ര ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പെട്ടി കൂട്ടിയൊക്കെ വയ്ക്കും. ഞാൻ കൂട്ടാറില്ലേ, ഇങ്ങനെ ഈ മന്ത്രം പറഞ്ഞ് ഇങ്ങനെ വയ്ക്കുക, അത് ഇരുന്നുള്ളൂ. ചില കൂട്ടിയിലും അത് വീർത്ത് കൊണ്ടുപോകുന്ന ആൾക്കുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടനോട് പറഞ്ഞു, നീ മന്ത്രം പറഞ്ഞിട്ട് വെച്ച് കാര്യമില്ലേ, കള്ളൻ വേറെ മന്ത്രം പറഞ്ഞ് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും ചോദിച്ചു. എന്തായാലും ഭഗവാൻ അത്ര കഷ്ടപ്പെടുത്തിട്ടില്ല. എന്നാൽ അതിൻ്റെ ഓരോരോ ആൾക്കാരുണ്ട്, അവരെ സ്മരിക്കണം. അതാണ് കിടക്കുന്ന സമയത്ത്. ഇപ്പോൾ കള്ളൻ കൊണ്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വേറെ ആളുടെ മന്ത്രമുണ്ട്, അത് ജപിച്ചാൽ മതി. കാർത്തവീര്യാർജുനൻ പേരുള്ള ഭഗവാൻ, അവരെ സ്മരിച്ചാൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടും. കാർത്തവീര്യാർജുനോ നാമ രാജാ ബാഹുസഹസ്രവാണ് തസ്യ സ്മരണമാത്രേന ഗതം നഷ്ടം ച ലഭ്യതേ. ഇങ്ങനെ ഇവരൊക്കെ സ്മരിച്ചിട്ട് വേണം കിടക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇങ്ങനെ ഒരു ചിട്ടയായിട്ട് ജീവിക്കണം. അതാണ് യമനിയമം. ഇതിൽ ചില ഗുണങ്ങളും ചേരുമ്പോഴാണ് യമനിയമം പറയുന്നത്. അപ്പോൾ യമനിയമം കഴിഞ്ഞാൽ പിന്നെ ആസനം, ഒരു സ്ഥിരമായ ആസനത്തിൽ ഇരുന്ന് അഭ്യസിക്കണം. ഇപ്പോൾ ഈ സാധാരണ ഇങ്ങനെ എടുത്താൽ സുഖാസനം എന്നാണ് പേര്. ഇങ്ങനെ തന്നെ സുഖാസനത്തിൽ തന്നെ ചില ആൾ ഇരിക്കാറില്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇഡ്ലി മാവ് അരയ്ക്കുന്ന ആടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആടാൻ പാടില്ല. ശരീരം ആടുമ്പോൾ പിന്നെ മനസ്സ് ചലിക്കും. അപ്പോൾ ആസനം, ഒരു ധനുരാസനം, വജ്രാസനം, ഇങ്ങനെ ചില ആസനങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീര ആരോഗ്യത്തിനെ നിലനിർത്താൻ അത് സൗകര്യം. ആസനം കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് മനോനിയന്ത്രണം കിട്ടും. കാരണം മനസ്സാകുന്ന പക്ഷി പ്രാണനിനാൽ കയറിലാണ് കട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സാകുന്ന പക്ഷി പറക്കുമ്പോൾ ഈ പ്രാണൻ നിയന്ത്രിക്കുമ്പോൾ മനസ്സ് കൺട്രോളാകും. ആ പ്രാണൻ കൺട്രോൾ ചെയ്യുമ്പോൾ ആയുസ് വർദ്ധിക്കും. ഇപ്പോൾ ആമ 100-200 കൊല്ലം ജീവിക്കുന്നു. എന്താ കാരണം? അത് പതുക്കെ ശ്വാസം വലിക്കുമല്ലോ, പതുക്കെ ചെല്ലും. നായ കൂടുതൽ കൊല്ലം ജീവിക്കില്ല. എന്താ കാരണം? വേഗം ശ്വാസം അത് വലിച്ച് അതിൻ്റെ വേഗം പോകും. അതുകൊണ്ടാണ് ആ പ്രാണായാമം അഭ്യസിക്കുമ്പോൾ നല്ല ആരോഗ്യവും മനോനിയന്ത്രണവും ഉണ്ടാവും. പ്രാണായാമ പരംബലം. ആ പ്രാണായാമത്തിൻ്റെ ബലം കൊണ്ടാണ് ഹനുമാൻ സ്വാമി പോലും രോധ ഹൃദയ പ്രാണാൻ ആകാശം അവലോകയെന്ന് അല്ല ചാടിക്കടക്കുന്ന ഇത്ര ദൂരം ചാടണം പറയാറുണ്ടല്ലോ. അവർ ഓടി വരും, പിന്നെ ദം പിടിച്ച് പിന്നെ ചാടിക്കടക്കും. അപ്പോൾ ഹനുമാൻ്റെ ദം ആ പ്രാണൻ്റെ ബലമാണ്, പ്രാണനിരോധ ബലമാണ്. സമുദ്രം കടക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ പ്രാണായാമം, പിന്നെ പ്രത്യാഹാരം. ധ്യാനിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മനസ്സ് അങ്ങോട്ട് പോകുന്ന മനസ്സ് തിരിച്ച് വിളിക്കുന്നതാണ് പ്രത്യാഹാരം. പിന്നെ ധാരണം പറഞ്ഞാൽ തൈലധാരയെ പോലെ ഭഗവാനെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ശക്തിയാണ് ധാരണ. അതിൽ ഉറച്ചു കഴിഞ്ഞാൽ ധ്യാനം. പിന്നെ ധ്യാനം ചെയ്യുന്ന ആൾ ധ്യാനം ചെയ്യപ്പെടുന്ന രൂപം, പിന്നെ
ധ്യാനം, ഇത് മൂന്നും ധ്യാനം, ധ്യാത, ധ്യേയം, ഇത് മൂന്നും ഒന്നായി തീരുമ്പോഴാണ് സമാധി. ഇങ്ങനെ അഷ്ടാംഗയോഗം ഉപദേശിക്കുന്നു. ഈ അഷ്ടാംഗയോഗത്തിൽ ഭഗവാന്റെ ദിവ്യരൂപം തന്നെ ഭഗവാൻ ഇവിടെ വർണ്ണിക്കുന്നു. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാല ജ്യോത്സ്നാഭിരാഹത മഹദ്ധൃദയാന്ധകാരം. ഭഗവാന്റെ തിരുവടി മുതൽ തിരുമുടി പര്യന്തം ഭഗവാൻ തന്നെ ഇവിടെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നു. ഭഗവാന്റെ തിരുവടി ദിവ്യരേഖകളുള്ളതാണ്. വജ്രം, അങ്കുശം, ധ്വജം, താമര, ദിവ്യ ലക്ഷണങ്ങളുള്ള തിരുവടിയാണ്. ഭഗവാന്റെ തിരുവടിയിൽ വജ്രരേഖ എന്തിനാ ചോദിച്ചാൽ ഭക്തന്മാരുടെ പാപങ്ങളെ പൊടിയാക്കാൻ വേണ്ടി. പാപങ്ങളൊക്കെ മല പോലെ കിടക്കുന്നു. മലകളെ അടിക്കുന്ന ആയുധമാണ് വജ്രായുധം, ഇന്ദ്രൻ്റെ ആയുധം. ഭക്തന്മാരുടെ പാപങ്ങൾ മലയെ പോലെ കിടക്കുന്നു. അത് പൊടിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ തിരുവടിയിൽ വജ്രരേഖ. അങ്കുശം പറയുന്നത് തോട്ടിയാണ്, ആണയെ നിർത്തുന്നത്. ഭക്തൻ്റെ മനസ്സ് ചഞ്ചലമായി ആടുമ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് ഭഗവാന്റെ തിരുവടിയിൽ അങ്കുശരേഖ. പിന്നെ ധ്വജം, ഉത്സവ സമയത്തിലെ കൊടിക്കൂര ഉയർത്താറുള്ളൂ. അപ്പോൾ ഭക്തർക്ക് എപ്പോഴും ഉത്സവമായിക്കോട്ടെ, അതിനു വേണ്ടിയാണ് ഭഗവാന്റെ തിരുവടിയിൽ കൊടിക്കൂര. പിന്നെ സരോർഹം, താമര. താമര ഉണ്ടെങ്കിൽ ആ വെള്ളം നല്ല വെള്ളമാണ്. താമരയും പിന്നെ മീനും സൂര്യ വെളിച്ചവും ഉണ്ടായാൽ ആ കുളത്തിലുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. അപ്പം താമര ഇരിക്കുന്ന വെള്ളം നല്ല വെള്ളം. അപ്പം വെള്ളം നന്നാവണമെങ്കിൽ താമര വേണം. ചിലപ്പോൾ നമ്മുടെ നാട് നന്നാവണമെങ്കിലും താമര ഉണ്ടായാലേ നന്നാവുള്ളൂ. ധ്വജ സരോരുഹ ലാഞ്ചനാട്യം, അതാണ് ഗുരുവായൂരപ്പനും താമര കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ തിരുവടിയിൽ ദിവ്യരേഖകളാണ്. അത് തിരുവടി രേഖകളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ തിരുവടി മുതൽ തിരുമുടി വരെ ധ്യാനിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. അതിനുശേഷം ഭക്തിയോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. താമസം, രാജസം, സാത്വികം, നിർഗുണം എന്ന് 4 തരം ഭക്തി. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടി ചില ആൾ പ്രാർത്ഥിക്കും. കൃഷ്ണ, ഗുരുവായൂരപ്പ, അടുത്ത വീട്ടുകാരൻ നശിക്കണേ, ഗുരുവായൂരപ്പ, ഭഗവാനെ, ഇങ്ങനെയൊക്കെ ചില ആൾ ചോദിക്കും. അടുത്തവർക്ക് സങ്കടം വരണം എന്ന് വിചാരിച്ച് ശത്രു സംഹാര പുഷ്പാഞ്ജലിക്ക് നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. താമസഭക്തി എന്നാണ് പേര്. പിന്നെ എനിക്ക് പണം വേണം, പുകഴ് വേണം, ഇങ്ങനെ പ്രാർത്ഥിച്ചവരുള്ളവർ രാജസഭക്തന്മാർ. എനിക്ക് മുക്തി കിട്ടണം പ്രാർത്ഥിക്കുന്നവർ സാത്വിക ഭക്തന്മാർ. മുക്തിയും വേണ്ട പറയുന്നവരാണ് നിർഗുണ ഭക്തന്മാർ. ഇങ്ങനെ 4 തരമുള്ള ഭക്തന്മാർ പറയുന്നു. അതിനുശേഷം ജീവഗതാഗതിയെ വർണ്ണിക്കുന്നു. കൂടുതൽ പുണ്യമുള്ളവർക്ക് സ്വർഗവും കൂടുതൽ പാപമുള്ളവർക്ക് നരകവും രണ്ടും സമമായി തീരുമ്പോൾ നമ്മുടെ ഭൂമിയിലേക്കും ഈ ജീവൻ വരും. ആദ്യം മേഘമണ്ഡലത്തിൽ വീഴും, അതിൽ നിന്നും മഴയോടൊപ്പം ധാന്യത്തിൽ വീഴും, ധാന്യത്തിൽ നിന്നും പുരുഷ ശരീരത്തിൽ ചെന്ന് ജീവശക്തിയായി മാറും. പിന്നെ സ്ത്രീ ഗർഭത്തിലേക്ക് ചെന്ന് ആ ജീവൻ എങ്ങനെ വളർന്നു വരുന്നു ഇവിടെ ഒരു സ്കാൻ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ആരഭ്യ സപ്തമാൻ മാസാത്, 7 മാസം ആവുമ്പോൾ തന്നെ ആ ജീവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും. ഭഗവാനെ, പൂർവ്വജന്മത്തിൽ ഞാൻ നിനക്ക് ഒരു പൂജ ചെയ്തിട്ടില്ലേ, ഒരു തുളസി സമർപ്പിച്ചിട്ടില്ലേ, ഒരു നമസ്കാരം ചെയ്തിട്ടില്ലേ, അതിൻ്റെ ദോഷമാണ് ഇവിടെ ഗർഭപാത്രത്തിൽ കിടന്ന് സങ്കടപ്പെടുന്നു. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ജീവനക്ക് എത്ര വലിയ സങ്കടമാണ്. കുറച്ച് ഫാനുമില്ല, ലൈറ്റുമില്ല. ഇപ്പോൾ കുറച്ച് നേരം ഫാൻ ലൈറ്റില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. 10 മാസം ഗർഭപാത്രത്തിലിരിക്കുന്ന ജീവനക്ക് ഫാനില്ല, ലൈറ്റില്ല. മൈസൂർ മഹാറാണി ഗർഭവതി ആയി പറഞ്ഞതുകൊണ്ട് ഒരു ഇലക്ഷനെ വിളിച്ച് തൊണ്ടയിൽ ഫാൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് മഹാറാണി ഗർഭവതി ആയാലും ആ ഗർഭത്തിലിരിക്കുന്ന ജീവനക്ക് ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഗർഭത്തിലിരിക്കുന്ന ജീവൻ ഇങ്ങനെ കൈപിടിച്ചിരിക്കും. ഭഗവാനെ, ഈ ജന്മത്തിൽ നല്ല അച്ഛനന്മാരെ കിട്ടണേന്ന് പ്രാർത്ഥിച്ച് കിടക്കും. പിന്നെ പുറത്ത് വരുമ്പോൾ എല്ലാം മറക്കും. വീണ്ടും നല്ല ജീവനാണെങ്കിൽ സത്സംഗം കിട്ടും, വീണ്ടും ഭഗവാന്റെ വാക്കിൽ എത്തിച്ചേരും. ഇല്ലാതെ സത്സംഗം കിട്ടാതെ ഭഗവാനെ ആശ്രയിക്കാതെ ജീവന്മാർക്ക് വീണ്ടും പുനരപ്പി ജനനം, പുനരപ്പി മരണം, വീണ്ടും ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് സത്സംഗം തരണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഇത് ജീവഗതാഗതിയുടെ സാരം. ഇന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയും ചോദിക്കേണ്ടത് ഒന്നുമില്ല. നീ പറയുന്ന ഏത് യോഗവും, ഈ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, പിന്നെ സാഖ്യയോഗം, അഷ്ടാംഗയോഗം, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ലേ? നിൻ്റെ നാമം ജപിക്കാം, അത് മതിയാണോ ചോദിച്ചപ്പോൾ
ഭഗവാൻ പറഞ്ഞു, എൻ്റെ നാമം ജപിച്ചോളൂ, അത് മതി. യന്നാമധേയശ്രവണാണു കീർത്തനാത് യത് പ്രഹ്വണാത് യത് സ്മരണാദപി ക്വചിത് സ്വാദോപി സത്യഃ സവണായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നു ദർശനാത് അഹോപതസ്വപചോതോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുസ്തപസ്തേ ജുഗുബുസ്സസ്നുരാര്യാഃ ബ്രഹ്മാണോ ചുർനാമ ഗൃണന്തി ഏതേ. എൻ്റെ നാമം ജപിച്ചാൽ മതി. ഇന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ദേവഭൂതി ആ ഭഗവാന്റെ നാമം ജപിച്ചു. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. നന്ദകുമാര വര നവനീത ചോര ഹരേ, നന്ദകുമാര വര നവനീത ചോര ഹരേ. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. ഗോപീ മന ചോര ഗോപാല കൃഷ്ണ ഹരേ, ഗോപീ മന ചോര ഗോപാല കൃഷ്ണ ഹരേ. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. ദേവദേവ വാസുദേവ ഭഗവാന്റെ നാമം ജപിച്ച് ദേവഭൂതി ഭഗവാന്റെ ശരണത്തിൽ ലയിച്ചു. ദേവഭൂതിയുടെ ശരീരം തന്നെ ഒരു പുഴയായി ഒഴുകി ഓടി എന്നാണ് പറയുന്നു. ദേവഭൂതി ഉപദേശം ആരാണ് കേൾക്കുന്നുവോ അവർക്ക് ഭക്തിയും മുക്തിയും കിട്ടും പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു.